ഹായ്, ഇന്നത്തെ ദിവസം ഇത്രയും പച്ചക്കറിയാണ് കിട്ടിയത്. അപ്പോൾ അതെടുത്തു നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇന്നലെ തന്നെ വെള്ളരിക്ക നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടിയ പച്ചക്കറിയാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ദിവസം നമുക്ക് 100 രൂപയുടെ പച്ചക്കറി, ഇത് 100 അല്ല കേട്ടോ, അതിൽ കൂടുതൽ ഒരു ദിവസം നമുക്ക് ശ്രമിക്കുവാണ് 300 രൂപയുടെ വീതം പച്ചക്കറികൾ നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ കണക്ക് ഒന്നും തിട്ടമല്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് ഞാനപ്പോൾ വിളവെടുത്ത് ഒരു ദിവസം 375 രൂപ കിട്ടി. അതിൻ്റെ തലേ ദിവസം അപ്പോൾ നമ്മൾ ജോലിക്കിടയിലും നമുക്ക് കൃഷി ചെയ്യാമെന്നാണ് ഇത് തെളിയിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇത്തിരി സമയം, ഒരു 15 മിനിറ്റ് ഒരു ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇനിയും പച്ചക്കറി പയറുകളൊക്കെ ഇഷ്ടം പോലെ നമ്മൾക്ക് ഇപ്പോൾ വിഷുവല്ലേ, അതുകൊണ്ട് സമയമൊന്നുമില്ല. ഇത് നിറയെ പയറുകളാണ് കേട്ടോ, കൊച്ചു പയറുകളാണ് ഇതൊക്കെ, എല്ലാ തെങ്ങിൻ്റെ ചുവടുകളിലും. അപ്പോൾ നമുക്ക് ഇത് നിറച്ചുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ വിത്തെടുക്കാം എന്ന് വിചാരിക്കുവാണ്. എല്ലാം ഉണങ്ങിയൊക്കെ കിടക്കുന്നുണ്ട് എല്ലായിടത്തും. ഈ രീതിയിലുള്ള പയറുകളാണ് കിടക്കുന്നത് കണ്ടോ. ഇപ്പോൾ കാരണം എടുക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഈ രീതിയിൽ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിത്തും കൂടെ നമുക്ക് എടുക്കാമല്ലോ. വിത്തെടുത്തിട്ട് എല്ലായിടത്തും ഉണങ്ങി കിടക്കുന്നുണ്ട്. നമുക്ക് മെഴുക്ക് പുരട്ടിക്കൊക്കെ വേണമെങ്കിൽ ആവശ്യമായ ധാരാളം അച്ചിങ്ങ, ഇവിടെയൊക്കെ അച്ചിങ്ങ എന്നാണ് കേട്ടോ പറയണത്, പയറുകൾ. ഇത് കണ്ടോ, കൊല കുത്തിയാണ് ഇത് ഉണങ്ങി കിടക്കുവാണ്. അപ്പോൾ ഇത് ഈ ഒരു കൊലയിൽ തന്നെ 3-4 വെച്ചിട്ടൊക്കെയാണ് ഉള്ളത് കണ്ടോ. ഇവിടെയൊക്കെ പയറുകളാണ്. അപ്പോൾ ഈ കിടക്കുന്നത് കാടല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുവാണ്. ഇത് ഞാൻ പയർ പാകിയിരിക്കുകയാണ്. ഓരോ തെങ്ങിന്തയുടെ ചുവടുകളിലും പയർ പാകിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ കാട്ടിലാണോ കൃഷി എന്നൊക്കെ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇത് കാടല്ല കേട്ടോ. ശരിക്കും യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ തെങ്ങിൻ്റെ ചുവടുകളിൽ പയർ പാകിയിട്ടിരിക്കുവാണ്. അപ്പോൾ ഈ പയർ പാകിയതിൻ്റെയാണ്. പിന്നെ ഉണ്ട് കേട്ടോ, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ പോലെ കണ്ടോ, അതുകൊണ്ട് ഇഷ്ടം പോലെ ധാരാളം ഇത് കണ്ടോ, ഇതൊക്കെ പയറുകളാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തെങ്ങിൻ ചുവടുകളിലൊക്കെ പയർ, പണ്ട് കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നുവല്ലോ. പയർ പാകിയാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പയറുകളാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇച്ചിരി പിന്നെ നിങ്ങൾ പറയുന്നതിൽ ഇച്ചിരി അർത്ഥമില്ലാതില്ല, ഇച്ചിരി നമുക്ക് നീറ്റാക്കാൻ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ നമുക്ക് ഇപ്പം വെക്കേഷനാണ്, എന്നിരുന്നാൽ പോലും ഇത്തിരി ഇപ്പോൾ വിഷുത്തിരക്കൊക്കെ അല്ലേ, അത് കഴിഞ്ഞ് എന്തായാലും ഞാനിവിടെ ക്ലീനാക്കി നല്ല രീതിയിൽ ഈ കൃഷികൾ എല്ലാം ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് കേട്ടോ എനിക്ക് ആഗ്രഹം. അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇടാവേ അപ്പോൾ ഇന്നത്തെ പച്ചക്കറികളാണ് ഈ കണ്ടത്. അപ്പോൾ ഞാനിന്ന് ശങ്കരിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു വളനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇടാം കേട്ടോ. വളം ഇതിന് വേണ്ട, എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു, ഇത് ഇത്രയ്ക്ക് വലിയ ശ്രദ്ധയൊന്നും ഇല്ലെങ്കിലും ഇതിന് മാത്രം കായ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങളോട് ഞാൻ ആ വീഡിയോ കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ചാരമാണ് കണ്ടോ. എല്ലാവരും ശ്രദ്ധിച്ചേ, ഇത് ചാരമാണ്. ഈ ചാരം ഇതിൻ്റെ അകത്തൊരു പങ്കുണ്ട് കണ്ടോ. അപ്പോൾ ഈ വേസ്റ്റായി ഇതുപോലുള്ള പാഴ്മരങ്ങളൊക്കെ നമുക്ക് കണ്ടോ, ഈ പാഴ്മരം ഇട്ട് കത്തിച്ചിട്ട് ഈ ചാരം നമുക്ക് ഉപയോഗിച്ച്, ഇതുപോലുള്ള ചാരമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പൊതുമടൽ, ചിരട്ട അതൊക്കെ എടുത്തിട്ട് കരിച്ച് ആ ചാരം ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഈ ചാരം ഉപയോഗിച്ചും നമുക്കിങ്ങനെ ചെയ്യാം.